തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിന്റെ വിശദാംശങ്ങൾ. ഏതായാലും വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. അതീവ ഗുരുതര അവസ്ഥയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വി.എസിന്റെ ആരോഗ്യനില മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ മെഡിക്കൽ ബോർഡ് ചേർന്ന് വിലയിരുത്തിയതിനു ശേഷം ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. ഇന്ന് ഏതായാലും വി.എസിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തി മെഡിക്കൽ ബോർഡുമായി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. നിലവിൽ ഉള്ള ചികിത്സ അതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളതാണ് കുടുംബവും മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശമെന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നൽകുന്ന ചികിത്സ അതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് മെഡിക്കൽ ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഡയാലിസിസ് നിലവിൽ ഇപ്പോഴും പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. 72 മണിക്കൂർ ഡയാലിസിസ്, ആദ്യഘട്ട ഡയാലിസിസ് നടത്തിയത് സ്ട്രെച്ചിൽ, അതായത് 72 മണിക്കൂർ തുടർച്ചയായിട്ടാണ് നടത്തിയതെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഡയാലിസിസ് അത് ഘട്ടം ഘട്ടമായിട്ടാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇടയ്ക്ക് വെച്ച് ആരോഗ്യ നിലയിൽ ഉണ്ടാകുന്ന മാറ്റമനുസരിച്ച് നിർത്തിവെക്കുകയും തുടർന്ന് വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഡോക്ടർമാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഡോക്ടർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, വി.എസ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നിലവിലുള്ള ചികിത്സ ഇതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയുടെ തീരുമാനം.